ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഈ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റിൻ്റെ ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് നോക്കാം. 6 ക്വസ്റ്റ്യൻസ് ആണ്, 6 ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ വരുന്നത്. 6 ആക്ടിവിറ്റീസിന് നിങ്ങൾ നിർബന്ധമായിട്ടും ആൻസർ ചെയ്യണം. ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എയും ബിയും ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ആൻസർ ചെയ്താൽ മതി. ഈ ഓരോ ക്വസ്റ്റ്യനിലും വരുന്ന സബ് ക്വസ്റ്റ്യൻസിനും നിങ്ങൾ തീർച്ചയായിട്ടും ആൻസർ ചെയ്യണം. എങ്കിലാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. സോ ഇവിടെ നിങ്ങൾക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. ഇവിടെ ഒന്നിൽ എയും ബിയും ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. നമുക്കിവിടെ 2 ക്വസ്റ്റ്യനും ഡിസ്കസ് ആക്കാം. First one, read the conversation between Appu and Vicky during their visit to Peely's village. ഇത് പീലീസ് വില്ലേജ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. പീലിയുടെ വില്ലേജിലേക്കുള്ള ഈ ഒരു സന്ദർശനത്തിനിടെ ഉണ്ടായിട്ടുള്ള വിക്കിയുടെയും അപ്പുവിൻ്റെയും കോൺവെർസേഷൻ വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം വിക്കി പറയാണ്, ഐ ലൈക്ക്ഡ് ദിസ് പ്ലേസ് വെരി മച്ച്. എനിക്ക് ഈ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെട്ടു. ബട്ട് ഐ ഹാവ് എ ഡൗട്ട്. പക്ഷേ എനിക്കൊരു സംശയമുണ്ട്. Won't you feel bored without good network coverage and Wi-Fi connectivity? വൈഫൈയും നെറ്റ്വർക്കും ഇല്ലാതെ നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലേ എന്നാണ്. What will you do if you wish to play a game? നിങ്ങൾക്കൊരു ഗെയിം കളിക്കാൻ ആഗ്രഹമുണ്ടായാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? How do you feel happy? Without any games, ഒരു ഗെയിംസും ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ കഴിയുക? If we were in the city, we could have done many things. ഞങ്ങൾ സിറ്റിയിലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നേ എന്നാണ് വിക്കി പറയുന്നത്. വിക്കി എന്ന ഒരു ക്യാരക്ടറിനെയൊക്കെ നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ളതാണ്. സിറ്റിയിൽ വളർന്ന് വലുതായിട്ടുള്ള സിറ്റിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണ് വിക്കി. ഇനി അപ്പു എന്താണ് പറയുന്നത് എന്ന് നോക്കിക്കേ. ഐ തിങ്ക് ദിസ് പ്ലേസ് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദി സിറ്റി. ഞാൻ കരുതുന്നത് സിറ്റിനെക്കാട്ടിലും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് എന്നാണ്. സിറ്റിനെ പറ്റിയും വില്ലേജിനെ പറ്റിയിട്ടുള്ള 2 വ്യക്തികളുടെ കാഴ്ചപ്പാടുകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, there are people who like village life and those who like city life. ചില ആളുകൾക്ക് എന്താണ് വില്ലേജ് ലൈഫ്, ഗ്രാമമായിരിക്കും ഇഷ്ടം. ചില ആളുകൾക്ക് സിറ്റി ലൈഫ് ആയിരിക്കും ഇഷ്ടം. പ്രിപ്പയർ എ നോട്ട് ഓൺ ദി പെക്യുലാരിറ്റീസ് ഓഫ് വില്ലേജ് ലൈഫ് ആൻഡ് സിറ്റി ലൈഫ്. വില്ലേജ് ലൈഫിനെ പറ്റിയിട്ടും സിറ്റി ലൈഫിനെ പറ്റിയിട്ടും അതിൻ്റെ പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം സിറ്റി ലൈഫിനെ കുറിച്ച് ഇവിടെ വിക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എഴുതാമല്ലേ. എന്താണ്, സിറ്റി ലൈഫിൽ നല്ല വൈഫൈ ഉണ്ടാവും, നെറ്റ്വർക്ക് കവറേജ് ഉണ്ടാവും, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും, എല്ലാ ഫെസിലിറ്റീസുമായ ഒരു റിച്ച് ലൈഫായിരിക്കും സിറ്റിയിൽ ഉണ്ടാവും. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും, എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും. എങ്കിൽ വില്ലേജിൽ ഈ നെറ്റ്വർക്ക് വൈഫൈ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവിടെ എന്താണ്, റിലേഷൻഷിപ്പ് കൂടുതലായിരിക്കും, മനുഷ്യബന്ധങ്ങൾ കൂടുതലായിരിക്കും. അവർ നാട്ടിൻപുറങ്ങളിലുള്ള കളികളും മറ്റുമൊക്കെ ആയിട്ടാണ് അവർ ഏർപ്പെടുക. വില്ലേജിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ റൂമിലിരുന്ന് ഒരു ഫോൺ വെച്ച് അതിൽ ഗെയിം കളിച്ച് സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അവർക്ക് ഗ്രൗണ്ടിലേക്ക് പാടത്തേക്ക് ഇറങ്ങിയിട്ട് ഒരുമിച്ച് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് കളിക്കാനൊക്കെ ആയിരിക്കും ഇഷ്ടം. സോ ഈ വ്യത്യാസങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് സിറ്റി ലൈഫിനെ കുറിച്ചിട്ടും വില്ലേജ് ലൈഫിനെ കുറിച്ചിട്ടും അതിൻ്റെ പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എഴുതി നോക്കാം. എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ എഴുതണം? വില്ലേജ് ലൈഫിനെ കുറിച്ച് എഴുതണം, സിറ്റി ലൈഫിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് എഴുതണം. ഇവ രണ്ടും തമ്മിൽ താരതമ്യം ചെയ്തിട്ട് ഒരു പാരഗ്രാഫ് ഉണ്ടാവണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്, കാരണം എന്താണ്, നിങ്ങളുടെ ഒരു നിലപാടുണ്ടാവില്ലേ, ഒരു അഭിപ്രായം, അതും എഴുതണം. എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിന് ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. നമുക്ക് എഴുതാം, വില്ലേജ് ലൈഫ് ഈസ് സിമ്പിൾ ആൻഡ് പീസ്ഫുൾ. വില്ലേജ് ലൈഫ് എന്ന് പറയുന്നത്, ഗ്രാമത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് പീസ്ഫുൾ ആയിട്ടുള്ളതാണ്, സമാധാനപരമായിട്ടുള്ളതാണ്. വില്ലേജസ് ആർ ക്ലോസ് ടു നാച്ചർ. ഗ്രാമങ്ങൾ പ്രകൃതിയോട് ചേർന്നിട്ടുള്ളതാണ്. ദർ ആർ ഗ്രീൻ ഫീൽഡ്സ്, ട്രീസ്, റിവേഴ്സ്, പോൺസ് ആൻഡ് ഫ്രഷ് എയർ. അവിടെ പച്ച പാടങ്ങളും മരങ്ങളും പുഴകളും അരുവികളും ശുദ്ധമായിട്ടുള്ള വായുവും ഉണ്ട്. പീപ്പിൾ ഇൻ വില്ലേജസ് ഡിപ്പെൻഡ് മെയിൻലി ഓൺ ഫാമിംഗ്, ഫിഷിംഗ് ആൻഡ് അതർ ലോക്കൽ വർക്ക്സ്. ഗ്രാമങ്ങളിലുള്ളവർ മെയിൻലി പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് കൃഷിയിലും ഫിഷിങ്ങിലും പിന്നെ അത് നാടൻ ജോലികളുമാണ്, മറ്റു നാടൻ ജോലികളിലുമാണ്. പീപ്പിൾ നോ ഈച്ച് അതർ ആൻഡ് ഹെൽപ്പ് ഈച്ച് അതർ. അവിടെ പരസ്പരം ആളുകൾ അറിയുകയും സഹായിക്കുകയും ചെയ്യും. ദർ ഈസ് ലവ് ആൻഡ് കെയർ ഇൻ ദെയർ റിലേഷൻഷിപ്പ്. അവരുടെ ബന്ധങ്ങളിൽ കെയർ, ശ്രദ്ധയും സ്നേഹവുമുണ്ട്.
ലൈഫ് ഇൻ എ വില്ലേജ് ഈസ് ക്വയറ്റ് ആൻഡ് ഹെൽത്തി. ഒരു ഗ്രാമത്തിലുള്ള വില്ലേജ് എന്ന് പറയുന്നത് ആരോഗ്യകരമായിട്ടുള്ളതാണ്. ദെയർ മേ ബി ഫീവർ മോഡേൺ ഫെസിലിറ്റീസ്, ലെസ് ട്രാഫിക് ആൻഡ് ലെസ് നോയ്സ്. അവിടെ മോഡേൺ ആയിട്ടുള്ള സൗകര്യങ്ങളും ട്രാഫിക്കും നോയ്സ് ഒക്കെ കുറവാണ്. പീപ്പിൾ ആർ ഹാപ്പി വിത്ത് വാട്ട് ദേ ഹാവ്. അവർക്കുള്ളത് കൊണ്ട് അവർ സന്തോഷവാന്മാരാണ് ഗ്രാമത്തിലുള്ള ആൾക്കാർ. ഇവിടെ വില്ലേജ് ലൈഫിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ സിറ്റി ലൈഫിനെ കുറിച്ചിട്ടാണ് എഴുതുന്നത് അടുത്ത പാരഗ്രാഫായിട്ട്. സിറ്റി ലൈഫ് ഈസ് മോഡേൺ ആൻഡ് ബിസി. സിറ്റി ലൈഫ് എന്താണ്? മോഡേൺ ആണ്, തിരക്ക് പിടിച്ചതാണ്, ബിസിയാണ്. സിറ്റീസ് ഹാവ് ഗുഡ് റോഡ്സ്, ട്രാൻസ്പോർട്ട്, സ്കൂൾ, ഹോസ്പിറ്റൽസ്, ഷോപ്സ്, മാൾസ് ആൻഡ് മെനി അതർ ഫെസിലിറ്റീസ്. സിറ്റിയിൽ റോഡും ട്രാൻസ്പോർട്ടും സ്കൂളും ഹോസ്പിറ്റലും ഷോപ്പും മാളും അങ്ങനെ ഒട്ടനവധി ഫെസിലിറ്റീസ് സൗകര്യങ്ങളുണ്ട്. വി ഗെറ്റ് ഗുഡ് നെറ്റ്വർക്ക്, വൈഫൈ ആൻഡ് മെനി സോഴ്സസ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. നമുക്ക് ആസ്വദിക്കാനായിട്ട് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വൈഫൈയും ഗെയിംസും അങ്ങനെ പല വഴികളുണ്ട്, പല സംവിധാനങ്ങളുമുണ്ട്. പീപ്പിൾ ക്യാൻ ട്രാവൽ ടു ഡിഫറെൻറ്റ് പ്ലേസസ് ഈസിലി. അവർക്ക് ഈസി ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പോകാനായിട്ട് കഴിയും. ദർ ആർ മെനി ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അവിടെ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. ബട്ട് സിറ്റി ലൈഫ് ഈസ് ക്രൗഡഡ്. പക്ഷേ സിറ്റി ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുള്ളതാണ്, ക്രൗഡഡ് ആണ്, തിരക്ക് പിടിച്ചതാണ്. കോസ്റ്റ്ലി, എന്താണ്, പൈസ ചെലവുള്ളതാണ്, കോസ്റ്റ്ലി ആണ്. സംടൈംസ് സ്ട്രെസ്ഫുൾ, ചിലപ്പോൾ എന്താണ്, സ്ട്രെസ്ഫുൾ ആണ്. ദർ ഈസ് മോർ പൊല്യൂഷൻ. അവിടെ പൊല്യൂഷൻ, മലിനീകരണം കൂടുതലാണ്, ട്രാഫിക് കൂടുതലാണ്, നോയ്സും കൂടുതലാണ്. നോയ്സ് എന്ന് പറഞ്ഞാൽ ശബ്ദം, ഉറക്കെയുള്ള നമുക്ക് ആരോഗ്യത്തിന് കേടായിട്ടുള്ള ശബ്ദങ്ങളാണ് നോയ്സസ് എന്ന് പറയുന്നത്. ഇവിടെ സിറ്റി ലൈഫിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. ഈ രണ്ടും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് പറയാണ്. ടു കമ്പയർ, വില്ലേജ് ലൈഫ് ഈസ് പീസ്ഫുൾ. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വില്ലേജ് ലൈഫാണ് കുറച്ചൊരു സമാധാനപരമായിട്ടുള്ളത്, ഹെൽത്തി ആയിട്ടുള്ളത്, ആൻഡ് ക്ലോസ് ടു നാച്ചർ, പ്രകൃതിയോട് ചേർന്ന് കിടക്കുന്നത്. വൈൽ സിറ്റി ലൈഫ് ഈസ് മോഡേൺ, എന്നാൽ സിറ്റി ലൈഫ് മോഡേൺ ആണ്, ഫാസ്റ്റ്, വേഗതയുള്ളതാണ്, ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്, അവസരങ്ങൾ ഉള്ളതാണ്. വില്ലേജസ് ഗിവ് അസ് ഹാപ്പിനെസ് ആൻഡ് നാച്ചുറൽ ബ്യൂട്ടി. വില്ലേജസ് നമുക്ക് സന്തോഷവും പ്രകൃതി ഭംഗിയും നൽകുന്നു. സിറ്റി ഗിവ് അസ് കംഫർട്ട്, ഫെസിലിറ്റീസ് ആൻഡ് മോഡേൺ ഓപ്പർച്യൂണിറ്റീസ്. സിറ്റീസ് നമുക്ക് കംഫർട്ടും ഒരുപാട് സൗകര്യങ്ങളും ഒരുപാട് സാധ്യതകളും നമുക്ക് നൽകുന്നു. അടുത്തത് എൻ്റെ അഭിപ്രായം പറയാണ്. ഇൻ മൈ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായത്തിൽ ബോത്ത് വില്ലേജ് ലൈഫ് ആൻഡ് സിറ്റി ലൈഫ് ഹാവ് ദെയർ ഓൺ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗ്രാമത്തിലുള്ള ജീവിതത്തിനും നഗരങ്ങളിലുള്ള ജീവിതത്തിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഐ ലൈക്ക് വില്ലേജ് ലൈഫ് ബിക്കോസ് ഇറ്റ് ഈസ് കാം ആൻഡ് നാച്ചുറൽ. എനിക്ക് വില്ലേജ് ലൈഫാണ് ഇഷ്ടം, കാരണം അത് സമാധാനമുള്ളതും പ്രകൃതിയോട് അടുത്തിട്ടുള്ളതുമാണ്. അറ്റ് ദി സെയിം ടൈം, ഇതേ സമയം ഐ ആൾസോ ലൈക്ക് ഗുഡ് ഫെസിലിറ്റീസ് ഓഫ് ദി സിറ്റി. എനിക്ക് നഗരങ്ങളിലെ നല്ല സൗകര്യങ്ങളെ ഇഷ്ടമാണ്. എ ഗുഡ് ലൈഫ് ഈസ് പോസിബിൾ വെൻ വി എൻജോയ് ദ ബ്യൂട്ടി ഓഫ് നാച്ചർ ആൻഡ് യൂസ് മോഡേൺ ഫെസിലിറ്റീസ് വൈസ്ലി. നല്ലൊരു ലൈഫ് ഉണ്ടാവുന്നത് നമ്മൾ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും മോഡേൺ ഫെസിലിറ്റീസ് നമുക്ക് ഉപയോഗപ്പെടുത്തുകയും ഒരുപോലെ ചെയ്യാൻ സാധിക്കുമ്പോഴാണ്. ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് എഴുതിയിട്ടുള്ളത്. നമുക്കിവിടെ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പെക്യുലാരിറ്റി ഓഫ് പീലീസ് വില്ലേജ്. ഇവിടെ പീലിയുടെ ഗ്രാമത്തിന്റെ പ്രത്യേകത അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ചോദ്യം ശ്രദ്ധിക്കണം. നോട്ട് എ പെക്യുലാരിറ്റി, പ്രത്യേകത അല്ലാത്തത് എന്നാണ്. നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. വില്ലേജേഴ്സ് ബൈ ആൻഡ് സെൽ ദി ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ഇൻ വീക്ക്ലി മാർക്കറ്റ്സ്. ഗ്രാമങ്ങളിലുള്ളവർ ആഴ്ച ചന്തകളിൽ വെച്ച് അവരുടെ നാടുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു എന്നാണ്. ഇത് ശരിയാണ്. നമ്മൾ പാഠഭാഗത്ത് ഇത് വായിച്ചിട്ടുള്ളതാണ്, ശരിയാണ്. ദർ ആർ മെനി പോണ്ട്സ് ടു പ്രാക്ടീസ് സ്വിമ്മിങ്. നീന്തൽ പഠിക്കാനായിട്ട് അവിടെ ഒരുപാട് അരുവികളുണ്ട്, അതും ശരിയാണ്, നമ്മൾ പാഠഭാഗത്ത് കണ്ടിട്ടുണ്ട്. അടുത്ത സി, ബൾ സർഫിംഗ് കോമ്പറ്റീഷൻ ആർ ഹെൽഡ് ഇൻ പ്ലഫ് ഫീൽഡ്സ്. ഉഴുതുമറിച്ച വയലിൽ നടക്കുന്ന കാളപ്പൂട്ട് മത്സരങ്ങൾ, ഇത് നമുക്ക് ഗ്രാമങ്ങളിൽ കാണാവുന്ന കാഴ്ചയാണ് അല്ലേ. അടുത്ത ഡി, ക്വിക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ടു റീച്ച് ഡിഫറെൻറ്റ് പ്ലേസസ്. വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുന്ന വാഹന സൗകര്യങ്ങൾ. ഇത് ഗ്രാമങ്ങളിൽ ഉണ്ടാവോ? ഇല്ല, ഇത് പീലിയുടെ ഗ്രാമത്തിലും ഇല്ല. സോ ഓക്കെ, ഈസി ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, നമുക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഈ പീലിയുടെ ഗ്രാമത്തിലില്ല. സോ ഇല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ശരിയായിട്ടുള്ള ഉത്തരം ലാസ്റ്റത്തെ ഓപ്ഷൻ ആണ്. അടുത്തത് നമുക്ക് ഒന്നിലെ ബി ചോദ്യം നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു പിക്ചർ നൽകിയിട്ടുണ്ട്. പിക്ചറിൽ പറയാണ് ഹൗ ഹാപ്പി ആം ടു സീ ദം എൻജോയിങ്.
ആസ്വദിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എത്ര സന്തോഷമാണ് എന്ന് പറയാണ്. ഇത് പീലിയുടെ ഗ്രാമം കാണാൻ പോയ മീനു പറയുന്നതാണല്ലേ ഇത്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, വി ആർ ഫെമിലിയർ വിത്ത് ദ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ലൈക്ക് മീനു. മീനുവിനെ പോലെ ശാരീരിക പരിമിതികൾ നേരിടുന്ന കുട്ടികളെ നമുക്കും പരിചിതമാണല്ലോ. പീപ്പിൾ ഹാവ് ഡിഫറെന്റ് എക്സ്പീരിയൻസസ് ഓഫ് ഹാപ്പിനെസ് ഇൻ ലൈഫ്. ജീവിതത്തിലെ സന്തോഷാനുഭവങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. Prepare a note sharing the moments of happiness you have experienced in your family, school, society. നിങ്ങളുടെ ഫാമിലിയിലോ സ്കൂളിലോ സമൂഹത്തിലോ അനുഭവിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു സന്തോഷത്തിലുള്ള ഒരു അനുഭവം, സന്തോഷാനുഭവം പങ്കുവെക്കാനാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ഹാപ്പി മൊമെന്റിനെ കുറിച്ച് ഇവിടെ എഴുതിയാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് 4 മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു ആൻസർ കൊടുക്കുന്നുണ്ട്. വൺ ഓഫ് മൈ ഹാപ്പിയസ്റ്റ് മൊമെന്റ്സ് വാസ് വെൻ മൈ ഫ്രണ്ട് വോൺ എ പ്രൈസ് ഇൻ എ സ്കൂൾ കോമ്പറ്റീഷൻ. സ്കൂൾ മത്സരത്തിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് സമ്മാനം കിട്ടിയപ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു മൊമെൻ്റ് ഉണ്ടായിട്ടുള്ളത്. എവരി വൺ ഇൻ അവർ ക്ലാസ് വാസ് വെരി ഹാപ്പി. ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവരും ഹാപ്പി ആയിരുന്നു. വി ക്ലാപ്ഡ് ഫോർ മൈ ഫ്രണ്ട് ആൻഡ് കൺഗ്രാജുലേറ്റഡ് ഹിം. ഞങ്ങൾ എല്ലാവരും അവൻക്ക് വേണ്ടി കൈയടിക്കുകയും അവനെ അഭിനന്ദിക്കുകയും ചെയ്തു. അവർ ടീച്ചർ ആൾസോ അപ്രിസിയേറ്റഡ് ഹിം. ഞങ്ങളുടെ അധ്യാപികയും അവനെ അഭിനന്ദിച്ചു. വി ഓൾ ഷെയർഡ് ദി ഹാപ്പിനെസ് ടുഗദർ. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് സന്തോഷം പങ്കിട്ടു. ഐ ഫെൽറ്റ് വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് മൈ ഫ്രണ്ട്. എൻ്റെ കൂട്ടുകാരനെ ഓർത്ത് എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നി. ലേറ്റർ വി ടോക്ക്ഡ് അബൌട്ട് ദി പ്രൈസ് ആൻഡ് എൻജോയ്ഡ് ദി ഹാപ്പി മൊമെന്റ് ടുഗദർ. പിന്നീട് ഞങ്ങൾ പ്രൈസിനെ കുറിച്ച് സംസാരിക്കുകയും നല്ല നിമിഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ആസ്വദിക്കുകയും ചെയ്തു. ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് വി ഷുഡ് ബി ഹാപ്പി വെൻ അതേഴ്സ് ആർ ഹാപ്പി. മറ്റുള്ളവർ ഹാപ്പി ആകുമ്പോൾ നമ്മളും ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരണമെന്ന് എനിക്ക് മനസ്സിലായി. ദി ഹാപ്പിനെസ് ഓഫ് അതേഴ്സ് ഈസ് ആൾസോ അവർ ഹാപ്പിനെസ്. മറ്റുള്ളവരുടെ സന്തോഷം നമ്മുടെ സന്തോഷം കൂടിയാണ്. ഷെയറിങ് ഹാപ്പിനെസ് മേക്സ് എവരി വൺ ഫീൽ ഗുഡ്. നമ്മൾ സന്തോഷം പങ്കിടുമ്പോൾ എല്ലാവർക്കും നല്ലതാണ്, എല്ലാവർക്കും സന്തോഷം കിട്ടും. ഇത്രയുമാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. അടുത്തത് ബി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഹാപ്പി എക്സ്പീരിയൻസ് ഫോർ ദി ചിൽഡ്രൻ ഫ്രം പീലീസ് വില്ലേജ്. പീലിയുടെ ഗ്രാമത്തിൽ നിന്ന് ഒരു സന്തോഷകരമല്ലാത്ത ഒരു അനുഭവം ഏതാണ് എന്നാണ്. ഇവിടെ സന്തോഷകരമല്ലാത്ത അനുഭവം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. എവരി വൺ ലിവ്സ് ടുഗദർ ഇൻ യൂണിറ്റി. എല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കുന്നു. അത് നല്ലൊരു കാര്യമാണ് അല്ലേ. അത് ബി, ഇറ്റ് ഹാസ് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ്. മനോഹരമായ ഭൂപ്രകൃതിയാണ്. വാസ്റ്റ് പ്ലേ ഗ്രൗണ്ട്. ഒരുപാട് കളിക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്. ഫെസിലിറ്റീസ് ലൈക്ക് ഇന്റർനെറ്റ് ആൻഡ് വൈഫൈ കണക്ടിവിറ്റി. വൈഫൈയും നെറ്റും പോലെയുള്ള സൗകര്യങ്ങൾ. ഇതാണല്ലേ എല്ലാവർക്കും സന്തോഷകരമല്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. അവിടെ ഇന്റർനെറ്റും വൈഫൈയും ഇല്ല എന്നുള്ളതാണ്. സോ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ദ മാസ്റ്ററി ഓഫ് യൂസിങ് ഫയർ ഇൻ എ കൺട്രോൾഡ് മാനർ ആൻഡ് ദി ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ആർ ദി 2 ഇമ്പോർട്ടൻറ്റ് മൈൽസ്റ്റോൺസ് ഇൻ ദി പ്രോഗ്രസ് ഓഫ് ഏർലി ഹ്യൂമൻസ്. പണ്ട് കാലത്തുള്ള ആളുകളുടെ ജീവിത പുരോഗതിയിലെ സുപ്രധാന ഘട്ടങ്ങളാണ് അവർ തീ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പഠിച്ചതും കൃഷിയുടെ ആരംഭവും. ഇതാണ്, റൈറ്റ് എ നോട്ട് ഓൺ ദി ചേഞ്ചസ് ദാറ്റ് വെർ ബ്രോട്ട് ഇൻ ദി ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ഏർലി ഹ്യൂമൻസ് ഫ്രം ദി യൂസ് ഓഫ് ഫയർ. തീയുടെ ഉപയോഗത്തോടെ പണ്ടുള്ള ആളുകളുടെ ഭക്ഷണ രീതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ടല്ലേ, തീ വന്നതോടെ തീയുടെ ഉപയോഗം അവർ പഠിച്ചതുകൂടെ അവർ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങിയില്ലേ. ആദ്യമൊക്കെ ഒരു കാട്ടിൽ നിന്ന് പിടിച്ച മൃഗങ്ങളെയൊക്കെ പച്ചയായിട്ടായിരുന്നു കഴിച്ചു കൊണ്ടിരുന്നത്. പിന്നീടാണ് അവർ ഇങ്ങനെ തീയുടെ ഉപയോഗം അവർ ഉപയോഗിക്കാൻ പഠിച്ചതോടെയാണ് അവർ വേവിച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. പച്ചയായിട്ട് കഴിക്കുന്നതിനെക്കാട്ടിലും സ്വാദ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത് വേവിച്ച് കഴിക്കുമ്പോഴാണ്. കുക്ക് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസത്തിനാണെന്ന് അവർ മനസ്സിലാക്കി. പിന്നെ അവർ തീയുടെ ഉപയോഗം പഠിച്ചതോടെ മീൻ പിടിച്ച് അതിനെ ചുട്ട് കഴിക്കാൻ തുടങ്ങി. പിന്നീട് അവർ വേരുകളും കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ചുട്ടു കഴിച്ചു, വേവിച്ച് കഴിച്ചു. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എഴുതുന്ന ഷോർട്ട് നോട്ടിൽ ഉണ്ടാവണം. എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുന്നതാണ്. നമുക്ക് ഇവിടെ എഴുതാം, ദ യൂസ് ഓഫ് ഫയർ ബ്രോട്ട് എ ഗ്രേറ്റ് ചേഞ്ച് ഇൻ ദി ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ഏർലി ഹ്യൂമൻസ്.
ഈ ഒരു ഫയറിൻ്റെ ഉപയോഗം ആദിമ മനുഷ്യരിൽ വലിയൊരു മാറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അറ്റ് ഫസ്റ്റ് ആദ്യത്തിൽ ഏർലി ഹ്യൂമൻസ് എയ്റ്റ് ഫുഡ് ഇൻ ഇറ്റ്സ് നാച്ചുറൽ ഫോം. ആദിമ മനുഷ്യർ ഭക്ഷണം കഴിച്ചിരുന്നത് അതിൻ്റെ ഫോമിലായിട്ടാണ്, പച്ചയായിട്ടാണ്. വെൻ ദേ ലേൺഡ് ടു യൂസ് ഫയർ, അവർ തീ ഉപയോഗിക്കാൻ പഠിച്ചപ്പോൾ ദേ ഡിസ്കവേർഡ് ദാറ്റ് ഫുഡ് കുക്ക്ഡ് ഇൻ ഫയർ വാസ് ടേസ്റ്റി. തീയിൽ പാചകം ചെയ്ത ഭക്ഷണമാണ് കൂടുതൽ രുചികരമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി. ദേ ആൾസോ ഫൗണ്ട് ദാറ്റ് കുക്ക്ഡ് ഫുഡ് വാസ് ഈസിയർ ടു ഈറ്റ് ആൻഡ് ച്യൂ. പിന്നെ അവർ ഈ ഒരു കുക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണമാണ് ഇങ്ങനെ കഴിക്കാനും ഇങ്ങനെ ചവയ്ക്കാനൊക്കെ കൂടുതൽ എളുപ്പമാണ് എന്നും കൂടി അവർ മനസ്സിലാക്കി. ആസ് ദേ ലേൺ ടു കൺട്രോൾ ആൻഡ് യൂസ് ഫയർ, അവർ നിയന്ത്രിച്ച് തീ ഉപയോഗിക്കാൻ പഠിച്ചതോടെ ദേ സ്റ്റാർട്ടഡ് യൂസിങ് ഇറ്റ് ടു പ്രിപ്പയർ ദെയർ ഫുഡ്. അവരത് അവരുടെ ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഏർലി ഹ്യൂമൻസ്, ആദിമ മനുഷ്യർ, ഫസ്റ്റ് സ്റ്റാർട്ടഡ് റോസ്റ്റിംഗ് ഫിഷ് ആൻഡ് മീറ്റ് ഇൻ ഫയർ. ആദ്യം അവർ തുടങ്ങിയിട്ടുള്ളത് മത്സ്യത്തെയും ഇറച്ചിയെയും ചുട്ട് കഴിക്കാനാണ്. ദേ ഫൗണ്ട് റോസ്റ്റഡ് ഫിഷ് ആൻഡ് മീറ്റ് ടേസ്റ്റി. അവർക്ക് ചുട്ട മീനും ഇറച്ചിയും നല്ല ടേസ്റ്റി ആണെന്ന് മനസ്സിലായി. സോ ദേ ബിഗാൻ ടു ഈറ്റ് ദം റെഗുലർലി. അതുകൊണ്ട് അവരത് തുടർച്ചയായിട്ട് കഴിക്കാൻ തുടങ്ങി. ലേറ്റർ, പിന്നീട് ദേ സ്റ്റാർട്ടഡ് റോസ്റ്റിംഗ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ് ആൻഡ് ഈറ്റിംഗ് ദം. അവർ കിഴങ്ങ് വർഗ്ഗങ്ങളും വേരുകളും ചുട്ട് കഴിക്കാൻ തുടങ്ങി. ദേ സ്ലോലി ലേൺഡ് ഡിഫറെൻറ്റ് വേസ് ഓഫ് കുക്കിംഗ് ഫുഡ് യൂസിങ് ഫയർ. അവർ പതുക്കെ തീ ഉപയോഗിച്ച് വ്യത്യസ്ത രീതിയിൽ പാചകം ചെയ്യാനായിട്ട് പഠിച്ചു. ദേ ബിഗെയിൻ ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കുക്ക്ഡ് ഫുഡ്. അവർക്ക് പാചകം ചെയ്തിട്ടുള്ള ഭക്ഷണത്തിന് പ്രാധാന്യം മനസ്സിലാവാൻ തുടങ്ങി. ഗ്രാജുവലി, പതുക്കെ കുക്കിംഗ് ബിക്കം എ പാർട്ട് ഓഫ് ദെയർ ഡെയിലി ലൈഫ്. അവരുടെ നിത്യജീവിതത്തിലെ ഒരു ഭാഗമാവാൻ പാചകം അവരുടെ നിത്യജീവിതത്തിലെ ഒരു ഭാഗമായി മാറി. ദേ സ്റ്റാർട്ടഡ് കുക്കിംഗ് ദെയർ ഫുഡ് ബിഫോർ ഈറ്റിംഗ് ഇറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഈറ്റിംഗ് എവറിത്തിങ് റോ. എല്ലാം പച്ചയായിട്ട് കഴിക്കുന്നതിന് പകരം അവർ എല്ലാം പാചകം ചെയ്ത് കഴിക്കാൻ തുടങ്ങി. Thus, the use of fire brought a great change in the food habits of early humans. അങ്ങനെ അവരുടെ ഭക്ഷണ രീതിയിൽ ഫയറിന് വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവരാൻ സാധിച്ചു. ആൻഡ് ഹെൽപ്ഡ് ദം ടു എൻജോയ് ടേസ്റ്റി ആൻഡ് കുക്ക്ഡ് ഫുഡ്. പിന്നെ അവർക്ക് ഈ പാചകം ചെയ്തിട്ടുള്ള നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം ആസ്വദിക്കാനും കഴിഞ്ഞു. ഇത്രയുമാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. അടുത്തത് ബി ചോദ്യമാണ്. ഏർലി ഹ്യൂമൻസ് സെറ്റിൽഡ് നിയർ അഗ്രികൾച്ചർ ഫീൽഡ്സ്. പണ്ടുള്ള ആൾക്കാർ ഈ അഗ്രികൾച്ചർ ഫീൽഡ്സിൻ്റെ അടുത്തായിട്ടാണ് താമസിച്ചിരുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ റിസൾട്ട് ഓഫ് ദിസ്. ഇതിൻ്റെ റിസൾട്ട് അല്ലാത്തത് താഴെ കൊടുത്തവയിൽ ഏതാണ് എന്നാണ്. ഓപ്ഷൻസ് വായിക്കാം. ദേ കുഡ് പ്രൊട്ടക്ട് ദി അഗ്രികൾച്ചറൽ ഫീൽഡ്സ്. അവർക്ക് ഈ ഒരു കൃഷിപ്പാടങ്ങളൊക്കെ സംരക്ഷിക്കാനായിട്ട് കഴിഞ്ഞു. സോ ഇത് എന്താണ്? അവർ കൃഷിയിടങ്ങളിൽ താമസിച്ചതിൻ്റെ ഒരു ഗുണമാണ് അല്ലേ? ഇതല്ല ഉത്തരം. അടുത്ത ഓപ്ഷൻ, ദേ വണ്ടേർഡ് ഇൻ സെർച്ച് ഓഫ് ഫുഡ്. ഭക്ഷണം അന്വേഷിച്ചു അലഞ്ഞു തിരിയേണ്ടി വന്നു. അവർ കൃഷിയിടങ്ങളിൽ താമസിച്ചതോടെ അവർക്ക് കൂടുതൽ ഭക്ഷണം ലഭിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അവർക്ക് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നിട്ടില്ല ഭക്ഷണം അന്വേഷിച്ച്. സോ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. കൃഷിയിടങ്ങളിൽ അവർ താമസിച്ചതോടെ അവർക്ക് ചെയ്യേണ്ടാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മറ്റു ഓപ്ഷൻ കൂടി വായിക്കാം. അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻക്രീസ്ഡ്. ഭക്ഷണ സാധനങ്ങളുടെ ഇത് കൂടി, ലഭ്യത കൂടി. ഇത് അവർ കൃഷിയിടങ്ങളിൽ താമസിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ്. അത് ഗോട്ട് മോർ ടൈം ഫോർ റെസ്റ്റ്. അവർക്ക് റെസ്റ്റ് എടുക്കാൻ കൂടുതൽ സമയം ലഭിച്ചു. ഇതും അവരവിടെ താമസിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ്. സോ ഇവിടെ റിസൾട്ട് അല്ലാത്തത് ഓപ്ഷൻ ബി മാത്രമാണ്. അതാണ് നമ്മുടെ ആൻസർ. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്. ഒബ്സർവ് ദി ഹെഡിങ്സ്. ഇവിടെ കുറച്ച് തലക്കെട്ടുകൾ കൊടുത്തിട്ടുണ്ട്, അത് നിരീക്ഷിക്കുക. കോട്ടയം ബിക്കംസ് ദി ഫസ്റ്റ് ഡിസ്ട്രിക്ട് വിത്തൗട്ട് എക്സ്ട്രീം പോവർട്ടി. പോവർട്ടി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ്. എക്സ്ട്രീം പോവർട്ടി എന്ന് പറഞ്ഞാൽ അതികഠിനമായിട്ടുള്ള ദാരിദ്ര്യം. അതിദാരിദ്ര്യം ഇല്ലാത്ത ഡിസ്ട്രിക്റ്റ് ആയിട്ട്, ജില്ലയായിട്ട് കോട്ടയമാണ് ആദ്യത്തിൽ വന്നത്. പ്ലാൻസ് ടു മേക്ക് കേരള എ സ്റ്റേറ്റ് വിത്തൗട്ട് എക്സ്ട്രീം പോവർട്ടി ഈസ് നിയറിംഗ് ദി ഗോൾ. അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പദ്ധതികൾ ലക്ഷ്യമിട്ടു എന്ന്. ക്വസ്റ്റ്യൻ ഇതാണ്. ലിസ്റ്റ് ആൻഡ് ടാബുലേറ്റ് ദി ഐഡിയാസ് ടു പ്രസന്റഡ് ഇൻ എ സ്പീച്ച് അറ്റ് എ സ്കൂൾ ഓൺ ദി ടോപ്പിക് റീസൺസ് ആൻഡ് റെമഡീസ് ഫോർ പോവർട്ടി ആൻഡ് സ്റ്റാർവേഷൻ. ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണവും പരിഹാരങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ട് സ്കൂളിൽ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു സ്പീച്ചിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഐഡിയാസ് ഏതാനാണ്?
സ്പീച്ചിൽ പങ്കുവെക്കാൻ പറ്റിയിട്ടുള്ള ആശയങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പോവർട്ടി ആൻഡ് സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ പട്ടിണിയും ദാരിദ്ര്യവും ആണ്. നിങ്ങളുടെ ചോദ്യം ഇവിടെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സ്പീച്ച് എഴുതാനല്ല പറഞ്ഞിട്ടുള്ളത്. ആ സ്പീച്ചിൽ നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഐഡിയാസ് കൊടുക്കാനാണ്, കുറച്ച് ആശയങ്ങൾ പങ്കുവെക്കാനാണ്. സോ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റീസൺസ് ആൻഡ് റെമഡീസ് ഓഫ് പോവർട്ടി ആൻഡ് സ്റ്റാർവേഷൻ ആണ് അല്ലേ. പട്ടിണിയും പരിതാപത്തിനും ദാരിദ്ര്യത്തിനുമുള്ള കാരണവും പരിഹാരങ്ങളുമാണ്. സോ നിങ്ങൾ കാരണങ്ങൾ എന്നുള്ള ഒരു 4 പോയിന്റ്സും എഴുതി കൊടുക്കുക. ഇതിന് പരിഹാരമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ള ഒരു 4 പോയിന്റ്സും, അങ്ങനെ ടോട്ടൽ ഒരു 8 പോയിന്റ്സ് എഴുതിയാൽ നിങ്ങൾക്കിവിടെ 4 മാർക്ക്, ഇതിൻ്റെ മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, സോ നമുക്ക് എഴുതാം. ആദ്യം റീസൺസ്, കാരണങ്ങൾ എന്ന് പറഞ്ഞ് ഒരു കോളം കൊടുക്കാം. ഇനിക്വാളിറ്റി ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വം. അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ. ചേഞ്ചസ് ഇൻ ക്ലൈമറ്റ്, കാലാവസ്ഥയിലുള്ള മാറ്റം. വാർ എക്സെട്ര, യുദ്ധം മുതലായവ. അടുത്തത് പരിഹാരമായിട്ടാണ് സ്റ്റാർവേഷൻ, പട്ടിണിക്കുള്ള പരിഹാരമാണ് നമ്മളിവിടെ പറയുന്നത്. സ്ട്രെങ്തൻ പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാംസ്, ദാരിദ്ര്യ നിർമ്മാർജ്ജന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുക. ഡു നോട്ട് വേസ്റ്റ് ഫുഡ്, ഭക്ഷണം പാഴാക്കാതിരിക്കുക. ഷെയർ ഫുഡ്, ഭക്ഷണം പങ്കിടുക. സോൾവ് ദി പ്രോബ്ലംസ് ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ് ഐറ്റംസ്, ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക. സോ ടോട്ടൽ നമ്മളിവിടെ 8 പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. സ്റ്റാർവേഷൻ്റെ, പട്ടിണിയുടെ കാരണവും എഴുതിയിട്ടുണ്ട്, അതിനുള്ള പരിഹാരവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് 3-ലെ ബി ചോദ്യമാണ്. വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഫുഡ് ഡേ എന്നാണ്, ലോക ഭക്ഷ്യദിനം എന്നാണ് ചോദിച്ചത്. ഇവിടെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ശരിയായ ഓപ്ഷൻ സി ആണ്, ഒക്ടോബർ 16 ആണ്. ഒക്ടോബർ 16 ആണ് വേൾഡ് ഫുഡ് ഡേ. 4-ാമത്തെ ചോദ്യം, റീഡ് ദി ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഇവിടെ നിങ്ങൾക്കൊരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്, അത് വായിക്കാം. ആദിത്യൻ രാജേഷ്, ദ യങ്ങസ്റ്റ് മലയാളി IT എൻ്റർപ്രണർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IT സംരംഭകൻ മലയാളിയായിട്ടുള്ള ആദിത്യൻ രാജേഷ് എന്നാണ് തലകെട്ട് കൊടുത്തിട്ടുള്ളത്. ആദിത്യൻ രാജേഷ് ബോൺ ഇൻ തിരുവല്ല, കേരള, ഈസ് ദി യങ്ങസ്റ്റ് IT എൻ്റർപ്രണർ ഇൻ ഇന്ത്യ. തിരുവല്ലയിൽ ജനിച്ചിട്ടുള്ള ആദിത്യൻ രാജേഷ് ആണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള IT സംരംഭകൻ. The company of Adityan Rajesh offers a variety of services including Aptoid instead of Android, mobile games, web designing, etc. ആൻഡ്രോയിഡിന് പകരം ആപ്റ്റോയിഡ്, മൊബൈൽ ഗെയിമുകൾ, വെബ് ഡിസൈനിങ് തുടങ്ങി നിരവധി സേവനങ്ങളാണ് ആദിത്യൻ രാജേഷിന്റെ കമ്പനി ലഭ്യമാക്കുന്നത്. ചോദ്യം നോക്കാം. ഇഫ് യു ഗെറ്റ് എ ചാൻസ് ടു മീറ്റ് ആദിത്യൻ രാജേഷ്, ദി യങ്ങസ്റ്റ് IT എൻ്റർപ്രണർ, നിങ്ങൾക്ക് ഈ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള IT സംരംഭകനായിട്ടുള്ള ആദിത്യൻ രാജേഷിനെ കണ്ടുമുട്ടാൻ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ വാട്ട് വുഡ് യു ആസ്ക്, നിങ്ങൾ എന്താണ് ചോദിക്കുക? പ്രിപ്പയർ ദി ക്വസ്റ്റ്യനെയർ തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ ചോദിക്കണം? നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ചെറു പ്രായത്തിൽ തന്നെ ഇത്രയും ഒരു നിങ്ങൾക്ക് സക്സസ് ആവാൻ കഴിഞ്ഞത്? എന്ത് മോട്ടിവേഷനാണ് നിങ്ങൾക്ക് നൽകിയത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം അല്ലേ. സോ നമുക്കിവിടെ തയ്യാറാക്കാം. വെൻ ഡിഡ് യു സ്റ്റാർട്ട് യുവർ IT കമ്പനി, നിങ്ങൾ നിങ്ങളുടെ IT കമ്പനി എന്നാണ് തുടങ്ങിയത്? വാട്ട് ഇൻസ്പയർഡ് യു ടു ബിക്കം എൻ IT എൻ്റർപ്രണർ, IT സംരംഭകനാകാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ്? ഹൗ ഡിഡ് യു ലേൺ അബൌട്ട് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ടെക്നോളജി, കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ടും ടെക്നോളജിയെ കുറിച്ചിട്ടും നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത്? ഹൗ ഡിഡ് യു മാനേജ് യുവർ സ്റ്റഡീസ് ആൻഡ് യുവർ ബിസിനസ് ടുഗദർ, നിങ്ങളുടെ ബിസിനസ്സും പഠിത്തവും നിങ്ങൾ എങ്ങനെയാണ് ഒരുമിച്ച് മാനേജ് ചെയ്യുന്നത്? വാട്ട് ചാലഞ്ചസ് ഡിഡ് യു ഫേസ് അറ്റ് എ യങ് ഏജ്, ഈ ഒരു ചെറുപ്രായത്തിൽ നിങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത്? ഹൂ സപ്പോർട്ടഡ് ആൻഡ് എൻകറേജ്ഡ് യു ഇൻ യുവർ ജേർണി, നിങ്ങളുടെ യാത്രയിൽ ആരാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തതും പിന്തുണച്ചതും പ്രോത്സാഹിപ്പിച്ചതും? വാട്ട് ആർ ദി മെയിൻ സർവീസസ് ഓഫേർഡ് ബൈ യുവർ കമ്പനി, നിങ്ങളുടെ കമ്പനി നൽകുന്ന ഓഫർ ചെയ്യുന്ന പ്രധാനപ്പെട്ട സേവനങ്ങൾ ഏതൊക്കെയാണ്? വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു സ്റ്റുഡൻസ് ഹു വാണ്ട് ടു ബിക്കം എൻ്റർപ്രണേഴ്സ്, സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട്, വിദ്യാർത്ഥികളോട് നിങ്ങൾക്ക് എന്ത് ഉപദേശമാണ് നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നത്? സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി 4-ലെ ബി ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സെൽഫ് എംപ്ലോയ്മെന്റ്, സ്വയം തൊഴിൽ സംരംഭകത്തിന്റെ
ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകത. സോ ഇവിടെ സെൽഫ് എംപ്ലോയ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രത്യേകത അല്ലാത്തത് ഏത് എന്നാണ്. നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. ഇൻഡിവിജ്വൽസ് മാനേജ് ദെയർ എന്റർപ്രൈസ് ഓൺ ദെയർ ഓൺ. വ്യക്തികൾ ഒറ്റയ്ക്ക് അവരുടെ സംരംഭങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇത് സെൽഫ് എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. സോ ഇതല്ല. അടുത്തത് സെൽഫ് എംപ്ലോയിഡ് എന്റർപ്രണേഴ്സ് ആർ ദി സോൾ ബെനിഫിഷ്യറീസ് ഓഫ് ദെയർ എംപ്ലോയ്മെന്റ്. ഇത്തരത്തിലുള്ള ഈ ഒരു എന്റർപ്രൈസിൽ നിന്നുള്ള അവരുടെ എല്ലാ വരുമാനത്തിന്റെയും അവകാശി ഈ ഒരു സ്വയം തൊഴിലാളിയാണ്. അതും ശരിയാണല്ലേ. എ സെൽഫ് എംപ്ലോയർ ഹാസ് നോ ഡ്യൂട്ടീസ് ഓഫ് എൻ എംപ്ലോയി. സ്വയം തൊഴിൽ ഏർപ്പെടുന്ന വ്യക്തിക്ക് തൊഴിലാളികളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതില്ല. ഇത് സെൽഫ് എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ടതല്ല, ഇത് തെറ്റായിട്ടുള്ളതാണ്. സോ ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5ൽ എയും ബിയും ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. 5ൽ എ ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. ദി ഹിസ്റ്ററി ഓഫ് ക്ലോത്ത് മാനുഫാക്ചറിങ് ഈസ് ഗിവൺ ബിലോ. ക്ലോത്ത് വസ്ത്രം ഉണ്ടാക്കുന്നതിൻ്റെ ഹിസ്റ്ററി ചരിത്രം താഴെ നൽകിയിട്ടുണ്ട്. അറേഞ്ച് ദം അക്കോർഡിംഗ് ടു ദി സ്റ്റേജസ് ഓഫ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്. അതിൻ്റെ വികസനത്തിൻ്റെ അനുസരിച്ച് അതിനെ ഓർഡറിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദി ഇൻവെൻഷൻ ഓഫ് വീവിംഗ് ടൂൾസ്. നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം. മെയ്ഡ് ക്ലോത്ത്സ് ഫ്രം നാച്ചുറൽ മെറ്റീരിയൽസ്. പ്രകൃതിയിലെ വസ്തുക്കളിൽ നിന്ന് വസ്ത്രം രൂപപ്പെടുത്തി. ദ ഇൻവെൻഷൻ ഓഫ് വീവിംഗ് മെഷീൻ. നെയ്ത്തു യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം. വേരിയസ് ഫൈബേഴ്സ് വെർ യൂസ്ഡ് ടു മേക്ക് ലോങ് യാൺസ്. വിവിധ നാരുകൾ ഉപയോഗിച്ച് ലോങ് യാൺസ്, നൂലുകൾ, യാൺ എന്ന് പറഞ്ഞാൽ നൂലാണ്, നൂലുകൾ ഉണ്ടാക്കി. ഏതാണ് ആദ്യം വരുന്നത്? 2ാമത്തെ പോയിന്റ് ആണ് ആദ്യം വരുന്നത്. മെയ്ഡ് ക്ലോത്ത്സ് ഫ്രം നാച്ചുറൽ മെറ്റീരിയൽസ്. ഇതാണ് ആദ്യം എഴുതേണ്ടത്. പിന്നെ 2ാമത്തെ വരുന്നത് വേരിയസ് ഫൈബേഴ്സ് വെർ യൂസ്ഡ് ടു മേക്ക് ലോങ് യാസ് എന്നാണ്. വിവിധ തരത്തിലുള്ള നാരുകൾ ഉപയോഗിച്ച് നൂലുകൾ നിർമ്മിച്ചു. പിന്നെ വരുന്നത് ദ ഇൻവെൻഷൻ ഓഫ് വീവിംഗ് ടൂൾസ്, ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് ദ ഇൻവെൻഷൻ ഓഫ് വീവിംഗ് മെഷീൻ, നെയ്ത്ത് യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം. ഈ ഒരു ഓർഡറിലാക്കിയിട്ട് നിങ്ങൾ ഏറോ മാർക്ക് ഇട്ട് എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ. അടുത്തത് ബി ചോദ്യമാണ്. ഫൈൻഡ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ദി ഫോളോയിങ് റിഗാർഡിംഗ് ദി ഹിസ്റ്ററി ഓഫ് ക്ലോത്ത് മാനുഫാക്ചറിങ്. വസ്ത്രനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റയോൺ ഈസ് ദി നാച്ചുറൽ ഫൈബർ യൂസ്ഡ് ഫോർ ക്ലോത്തിങ്. അത് തെറ്റാണ്. റയോണ് നാച്ചുറൽ ഫൈബർ ആണെന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. 2ാമത്തത് ഇന്ത്യൻസ് ട്രാവൽഡ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ് ഇൻ സെർച്ച് ഓഫ് മാർക്കറ്റ്സ് ടു സെൽ ദെയർ സർപ്ലസ് ടെക്സ്റ്റൈൽസ്. കൂടുതൽ ഉൽപ്പാദിച്ച വസ്ത്രങ്ങൾ വിറ്റൊഴിക്കാനായിട്ട് ഇന്ത്യയിലുള്ള ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ പോയിട്ട് സഞ്ചരിച്ചു എന്നാണ്. അതും തെറ്റാണ്. ആർട്ടിഫിഷ്യൽ ഡൈസ് വെർ യൂസ്ഡ് ടു കളർ ക്ലോത്ത്സ്. വസ്ത്രങ്ങളിൽ നിറം നൽകാനായിട്ട് ആർട്ടിഫിഷ്യൽ ഡൈ ഉപയോഗിച്ചു എന്നാണ്. അത് ശരിയാണ്. 3ാമത്തെ സെന്റൻസ് ശരിയാണ്. വസ്ത്രങ്ങൾക്ക് നിറം നൽകാനായിട്ട് കൃത്രിമ ചായങ്ങൾ ചേർക്കുന്നുണ്ട്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 4ാമത്തത് ദ ഇൻവെൻഷൻ ഓഫ് സ്പിന്നിങ് ജെന്നി ബ്രോട്ട് മേജർ ചേഞ്ചസ് ഇൻ ദി ഫീൽഡ് ഓഫ് ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ. സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് വലിയ മാറ്റം തന്നെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അതും ശരിയാണ്. സോ ഇവിടെ 3ഉം 4ഉം സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. 3ഉം 4ഉം ശരി എന്ന ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. 5ലെ ബി ചോദ്യമാണ്. ഒബ്സർവ് ദ ടേബിൾ പ്രിപ്പയർഡ് ബൈ ദി സ്റ്റുഡൻസ് ഹു വിസിറ്റഡ് ദി ക്ലോത്ത് മാനുഫാക്ചറിംഗ് ഫാക്ടറി ടു നോ മോർ അബൌട്ട് ഇറ്റ്. താഴെ നിങ്ങൾക്ക് വസ്ത്രനിർമ്മാണ ഫാക്ടറി കാണാനായിട്ട് എത്തിയിട്ടുള്ള കുട്ടികൾ നിർമ്മിച്ചിട്ടുള്ള ഒരു ടേബിൾ നൽകിയിട്ടുണ്ട്. ഫൈബേഴ്സ്: പോളിസ്റ്റർ, നൈലോൺ, സിൽക്ക്, വൂൾ, ജ്യൂട്ട്, റയോൺ, കോട്ടൺ, മോഡൽ. ടേബിൾ നോക്കിയിട്ട് നിങ്ങൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ക്ലാസിഫൈ ചെയ്ത് വേർതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നാച്ചുറൽ ഫൈബർ ആയിട്ടും ആർട്ടിഫിഷ്യൽ ഫൈബർ ആയിട്ടും നിങ്ങൾ വേർതിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് ഒന്ന് എക്സാമ്പിൾ ആയിട്ട് നൽകിയിട്ടുണ്ട്. ജ്യൂട്ട് നാച്ചുറൽ ഫൈബർ ആണ്, മോഡൽ ആർട്ടിഫിഷ്യൽ ഫൈബർ ആണ്. ഇനി ടേബിൾ നോക്കിയിട്ട് നിങ്ങൾ എഴുതണം. നാച്ചുറൽ ഫൈബർ എന്ന കോളത്തിലേക്ക് നിങ്ങൾ കോട്ടൺ, സിൽക്ക്, വൂൾ എന്ന് കൂടി എഴുതി കൊടുക്കുക. ആർട്ടിഫിഷ്യൽ എന്ന കോളത്തിലേക്ക് പോളിസ്റ്റർ, നൈലോൺ, റയോൺ എന്ന് എഴുതി കൊടുക്കുക. ബി ചോദ്യം: ദ യൂസ് ഓഫ് മെഷീൻസ് ബ്രോട്ട് മേജർ ചേഞ്ചസ് ഇൻ ദി ഫീൽഡ് ഓഫ് ക്ലോത്ത് മാനുഫാക്ചറിംഗ്. യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണ കേന്ദ്രങ്ങളിൽ വലിയ മാറ്റം തന്നെ കൊണ്ടുവന്നു. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ദിസ്. ഇതിനോട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തി എഴുതുക എന്നാണ്. ഒന്നാമത്തത് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷനിൽ നിർമ്മാണത്തിൽ വർധനവ് വന്നു. അത് ശരിയാണ് അല്ലേ.
മോർ വർക്ക് ലോഡ്, ഒരുപാട് ജോലി വന്നു, ജോലി ഭാരം കൂടി, അത് തെറ്റാണ്. മെഷീൻസ് വന്നതോടെ ജോലി ഭാരം കുറയുകയാണ് ചെയ്തത്. സോ രണ്ടാമത്തെ തെറ്റാണ്. മൂന്നാമത്തത് ക്ലോത്ത് മാനുഫാക്ചറിങ് യൂസിങ് ഓൺലി നാച്ചുറൽ ഡൈസ്, നാച്ചുറൽ ഡൈ മാത്രം ഉപയോഗിച്ചിട്ടാണ് വസ്ത്രം നിർമ്മിച്ചത്, അതും തെറ്റാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഡൈസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ നാലാമത്തത് പ്രൊഡക്ഷൻ ഓഫ് ക്വാളിറ്റി ക്ലോത്ത്സ്, നല്ല ക്വാളിറ്റി ഉള്ള വസ്ത്രങ്ങളുടെ നിർമ്മാണം, അതും ശരിയാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 1ഉം 4ഉമാണ്. 1 and 4 ആർ കറക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദി കാർട്ടൂൺ ഗിവൺ ബിലോ, താഴെ നൽകിയിട്ടുള്ള കാർട്ടൂൺ നിരീക്ഷിക്കുക. ഒരാൾ പറയാണ് ഐ ആം എ ഫാർമർ, ഞാനൊരു ഫാർമറാണ്, കൃഷിക്കാരനാണ്. ഐ ഹാവ് എ ബിൽഡിംഗ് ഫ്രം വിച്ച് ഐ ഏൺ മണി, ഞാൻ സമ്പാദിച്ച പൈസയിൽ നിന്നും എനിക്കൊരു ബിൽഡിംഗ് ഉണ്ട്, കെട്ടിടമുണ്ട്. അടുത്തയാൾ പറയാണ് ഐ വർക്ക് ആസ് എ സെക്യൂരിറ്റി ഓഫീസർ ഇൻ എ ബാങ്ക്, ഞാനൊരു ബാങ്കിൽ സെക്യൂരിറ്റി ഓഫീസർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഐ ആൾസോ ഹാവ് ആൻ അഗ്രികൾച്ചറൽ ലാൻഡ് ഓഫ് 50 സെൻസ്, എനിക്ക് 50 സെൻറ്റ് വരുന്ന ഒരു കൃഷിയിടമുണ്ട്, ഒരു കൃഷി സ്ഥലമുണ്ട്. ചോദ്യം ഇതാണ്, ഹാവ് യു ഒബ്സർവ് ദി സോഴ്സ് ഓഫ് ഇൻകം ഓഫ് ദീസ് 2 പീപ്പിൾ, ഇവിടെ നിങ്ങൾ 2 ആൾക്കാർക്ക് എവിടെ നിന്നാണ് പണം ലഭിക്കുന്നത്? സോഴ്സ് ഓഫ് ഇൻകം കണ്ടല്ലോ, ഒരാൾ കൃഷി ചെയ്തിട്ടാണ്, ഒരാൾ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടാണ്. കംപ്ലീറ്റ് ദി ടേബിൾ ബൈ ഫൈൻഡിങ് ഔട്ട് ദി ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻകം, താഴെ കൊടുത്തിട്ടുള്ള ടേബിള് വ്യത്യസ്ത സോഴ്സസ് ഓഫ് ഇൻകം വെച്ചിട്ട് ടേബിള് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റിന്, കൃഷിത്തൊഴിലിന് എന്താണ് വേജസ്, കൂലി എന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ വരിക. പക്ഷെ ഇവിടെ വേജസ് എന്ന ഓപ്ഷനിൽ നൽകിയിട്ടില്ല. സോ സാലറി എന്ന് എഴുതാം. ബിൽഡിങ്ങിൽ, കെട്ടിടത്തിന് എന്താണ് വാടകയാണ്, റെൻ്റാണ് നമുക്ക് ഇൻകം ആയിട്ട് കിട്ടുക. സെക്യൂരിറ്റി ജോബിന് ശമ്പളമാണ്, സാലറിയാണ്. അഗ്രികൾച്ചറിന് വിളക്കനുസരിച്ചിട്ടാണ്, അവിടെ ക്രോപ്പ് എന്ന് നൽകിയിട്ടുണ്ട് ഉത്തരമായിട്ട്. മറ്റേതൊക്കെയാണ് നിങ്ങൾ ഫില്ലാക്കി കൊടുക്കേണ്ടത്. ഇനി ചോദ്യം ബി, ക്ലാസിഫൈ ദി ഫോളോയിങ് സോഴ്സസ് ഓഫ് ഇൻകം ആസ് അസെറ്റ് ആൻഡ് എംപ്ലോയ്മെന്റ്. അസെറ്റും എംപ്ലോയ്മെന്റുമായിട്ട് നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളത് വേർതിരിച്ചെഴുതാനാണ്. ഒന്ന് അവിടെ നൽകിയിട്ടുണ്ട് അസെറ്റ്, അതിൽ എഴുതിയിട്ടുള്ളതാണ് ബിൽഡിങ്സ്, കെട്ടിടങ്ങൾ. ബിൽഡിംഗ് എന്താണ്? ആസ്തിയാണ് അല്ലേ. ഇതേപോലെ അസെറ്റായിട്ട് പിന്നെ ഏതെഴുതാം? ഡെപ്പോസിറ്റ്സ്, നിക്ഷേപങ്ങൾ, അത് അസെറ്റാണ്. ഡെപ്പോസിറ്റ് എന്ന് താഴെ കോളത്തിലേക്ക് എഴുതി കൊടുക്കണം. പിന്നെ അസെറ്റ് എന്ന് അവിടെ നൽകിയിട്ടുണ്ട്, അതും അവിടെ ആ ഒരു കോളത്തിലേക്ക് എഴുതി കൊടുക്കുക. പിന്നെ എംപ്ലോയ്മെന്റ് എന്ന കോളത്തിലേക്ക് എഴുതി കൊടുക്കേണ്ടത് അഗ്രികൾച്ചർ ആണ്, കൃഷി, ബിസിനസ്, പിന്നെ ടീച്ചിങ്, അധ്യാപനം. ഇതാണ് എംപ്ലോയ്മെന്റ് എന്ന കോളത്തിലേക്ക്, തൊഴിലുകൾ എന്ന കോളത്തിലേക്ക് എഴുതേണ്ടത്. സോ ഇത്രയും എഴുതിയാൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ ചോദ്യങ്ങളും വളരെയധികം സിമ്പിളായിട്ട് തന്നെ ഡിസ്കസ് ആക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. പിന്നെ ക്ലാസ് 1 മുതൽ ക്ലാസ് 7 വരെയുള്ളവർക്ക് നമ്മൾ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ത്രൂ മെസ്സേജ് ആക്കിയാൽ മതി. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.